വരുന്നു. ഞാൻ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ചിട്ട് ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് മേടിച്ച് ലിജ മഠത്തോടാണ് ഈ വാങ്ങിച്ച് ഉപയോഗിച്ചത്. 7 വർഷമായിട്ട് എൻ്റെ മോൻ സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോയ മോനായിരുന്നു. 5 വർഷം അവൻ തീരെ നടക്കാൻ വയ്യാതെ ഇരുന്ന മോനായിരുന്നു. ഈ കേരളത്തിലുള്ള മിക്ക ഡോക്ടേഴ്സും ഞങ്ങൾ കാണിച്ചതാണ്. ഇപ്പോൾ ഈ ഒരു 2 മാസമായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലിജ മാഡം എൻ്റെ കൈ കൊണ്ട് തരുന്നത്. 10-60 ലക്ഷം രൂപയോളം ഞങ്ങൾ സ്ഥലം വരെ വിറ്റാണ് മോനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ എത്തിച്ചു തന്നു. എൻ്റെ മോനെ ഉറങ്ങാൻ അവന് പറ്റുന്നില്ലായിരുന്നു. രാത്രി ആയിക്കഴിഞ്ഞാൽ അവന് ഉറങ്ങത്തില്ല. ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. 2 മണി രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്ക് സങ്കടം വരും. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ തൂങ്ങി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവനെന്നോട് പറയും, അമ്മ പോയി കിടന്നു, ഞാൻ ചാകുന്ന ചത്തോട്ടെ, അമ്മ പോയി കിടന്നു എന്ന് പറയും. നമുക്ക് ഇട്ട് പോകാൻ പറ്റത്തില്ല. വീണ്ടും ഞാനവിടെ ഇരിക്കും. 2 മണിക്കാകുമ്പോൾ അവൻ വീണ്ടും എന്നോട് പറയും, അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, അമ്മ പോയി കിടന്നു. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചതിൽ പിന്നെ എൻ്റെ മോൻ അന്ന് രാത്രി തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. അന്ന് വരെ ഞാനോർത്ത്, അയ്യോ ഇത്രയും ഗുണമുള്ള ഒരു പ്രൊഡക്റ്റ് കയ്യിലിരുന്നിട്ട് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പിറ്റേ ദിവസം വീണ്ടും ഞാനിവനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അത്രയും 7 വർഷമായിട്ട് അനങ്ങാതെ കിടന്ന കൈ അവന് ഉയർത്താൻ പറ്റി. ആ കൈവരലുകളെല്ലാം ഇങ്ങനെ അനക്കാൻ പറ്റി. അവൻ തന്നെ എന്നോട് പറഞ്ഞു, അമ്മേ ഈ സംഭവം ഭയങ്കര സംഭവം കേട്ടോ, എൻ്റെ കൈ അനങ്ങാൻ തുടങ്ങി. ഇനി എനിക്ക് ആത്മഹത്യ ഒന്നും ചെയ്യണ്ട, ഇനി എനിക്ക് മുന്നോട്ട് ജീവിക്കാം, എൻ്റെ കൈ എനിക്ക് തിരിച്ചു കിട്ടി, അമ്മയ്ക്ക് എനിക്ക് കഷ്ടപ്പെടേണ്ടി വരികയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ അമ്മയ്ക്ക് പൈസ കിട്ടുമോ? എങ്കിൽ അന്ന് മരുന്ന് വാങ്ങാനുള്ള പൈസ ഇനി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി അമ്മ ബിസിനസ് ചെയ്യുവാണെങ്കിൽ അമ്മയ്ക്ക് കടബാധ്യത ഒത്തിരി ഉണ്ടെന്ന് അവനറിയാം. സ്ഥലം വരെ വിറ്റ് കടം വീട്ടാൻ നോക്കിയിട്ടും ഞങ്ങൾക്ക് പറ്റിയില്ല. ഇനിയും കടം ഞങ്ങൾക്ക് കിടപ്പുണ്ട്. 3 ലക്ഷം രൂപ ഞങ്ങളിന് മുടക്കിയതാണ്. അപ്പം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് അന്ന് പോലെ ഞാൻ ആലോചിച്ച് 3 BOP ഞാൻ വന്ന് കൂടിയതിന് ശേഷമാണ് ഈ ബിസിനസ് ആരംഭിച്ചത്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ സപ്പോർട്ടല്ലായിരുന്നു. എന്നോട് പറഞ്ഞു, പിന്നെ വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലാതെ ഇതിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹം അറിയാതെ 3 വർഷമായിട്ട് ശ്വാസം മുട്ടലുണ്ട്. എന്ത് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല. കാരിത്താസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാത്തൊരു മോനുണ്ട്, ഇട്ടിട്ട് വന്ന് കിടക്കാൻ പറ്റത്തില്ല ഡോക്ടറെ, ഞങ്ങൾ വീട്ടിൽ പൊക്കോളാം, എന്തെങ്കിലും സീരിയസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വന്നോളാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. വീട്ടിൽ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്താൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കത്തില്ല, കാരണം അതിൽ വിശ്വാസം വരുന്നില്ല. പുള്ളി ചോറൊക്കെ കൊണ്ട് കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഈ കൊച്ചിന് ഉപയോഗിക്കുന്ന ബെഡ് ഒരു ദിവസം എടുത്ത് കിടക്കുന്ന ബെഡെ കൊണ്ടുപോയിട്ട് ഷീറ്റും വിരിച്ചു. അത്രയും ദിവസം ഉറങ്ങാതെ ഇരുന്ന ആൾ സുഖമായിട്ട് അതേ കിടന്ന് ഉറങ്ങി. ശ്വാസം മുട്ടലും ഇല്ല, ഒന്നുമില്ല, എഴുന്നേൽക്കുന്നില്ല, ഒന്നുമില്ല. നേരം എടുത്തപ്പോൾ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞു, എന്നാണെന്നറിയത്തില്ല, ഇന്ന് ഏറ്റപ്പോൾ ഒരു എനർജി വരുന്നുണ്ട്. വിശ്വാസം ഇല്ലായിരുന്നല്ലോ. ആ ബെഡ്ഷീറ്റിനടി കിടക്കുന്ന സംഭവം എന്നാണെന്ന് നോക്കാൻ പറഞ്ഞു. ചെറുതായിട്ടൊന്ന് ചിരിച്ച്. 2ാമത്തെ ദിവസം എന്നോട് മരുന്നെടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മരുന്ന് ഇനി കഴിക്കണ്ട, മരുന്ന് കഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ, ദൈവം തൊട്ട പ്രൊഡക്റ്റാണ്, അത് ഉപയോഗിച്ചാൽ ഒരു മരുന്ന് കഴിക്കേണ്ടി വരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിൽക്കുന്നു, ബിസിനസ് ചെയ്യാൻ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ചുണ്ടെല്ലാം പൊട്ടി, ഷുഗറൊക്കെ കൂടുതലായിട്ട് ചുണ്ടൊക്കെ പൊട്ടി. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പം വളരെ സങ്കടം തോന്നി എനിക്ക്. അപ്പം ഞാൻ ഓർത്ത്, എൻ്റെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് നല്ലൊരു സംഭവമല്ലേ. ആ കയ്യെ കിട്ടുന്ന ബെൽറ്റും വാട്ടർ എനർജി പാഡും എടുത്ത് നേരെ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് ചേച്ചിക്ക് കൊടുത്തു. 3 ദിവസം കഴിയുമ്പോൾ ചേച്ചിയുടെ ഉള്ളിൽ വന്നു, ഇത് എവിടുന്നാണ് വാങ്ങിയേ, ഇത് പറഞ്ഞാൽ എനിക്കൂടെ വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു. ചേച്ചി ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി നല്ല ഹാപ്പിയാണ്. മുഖമൊക്കെ ചുളുങ്ങി, ഇവിടെ മുറിവെല്ലാം വന്ന് ഭയങ്കരമായിട്ട് ഒരിതായിരുന്നു, സങ്കടം വരുമായിരുന്നു. ചേച്ചി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വരാം ചേച്ചി. ഇന്ന് ചേച്ചിയുടെ മുഖത്തോട്ട് ചോദിച്ചാൽ ചേച്ചി എന്ത് ചിന്തയായിട്ട് അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മൂത്ത മോന് ഭയങ്കര ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യമാണ്. അപ്പം അവനും അറിയാതെ ഈ അച്ഛന് കാണിച്ച് തന്നെ ഇത് കൊണ്ട് ഈ മാട്രസ് പാഡ് കൊണ്ട് അവൻ്റെ തലനടിയിലും അടിയിലും കൊണ്ട് വെച്ച് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ എന്താണെന്ന് അറിയത്തില്ല, നല്ല എനർജി കിട്ടുന്നുണ്ട്. നീ തലയുടെ പില്ലോപ്പാടിനെത്തിരിക്കുക എന്നാന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. അമ്മ അന്ന് എനിക്കൂടെ ഒരു ഐഡിയ അടിച്ചു, ഞാനും ഈ കൂട്ടത്തിലോട്ട് പോരാന്ന് പറഞ്ഞു. ഐഡിയ അടിച്ചു കൊടുത്തു. മാട്രസ് പാഡ് വീണ്ടും ഞങ്ങൾ ഒരെണ്ണം കൂടെ എടുത്തു, പ്രീമിയത്തിൻ്റെ ഒരെണ്ണം കൂടെ എടുത്തു. ഇപ്പോൾ 3 എണ്ണം ഞങ്ങൾ എടുത്തു. എൻ്റെ കീഴിലോട്ട് ഞാനിപ്പം 14 പേരെ എൻ്റെ കൂടെ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും സപ്പോർട്ട് എൻ്റെ കൂടെ ഇനി ആൾക്കാർ നിൽക്കുന്നുണ്ട്. പറയുന്നിടത്തെങ്കിലും നമുക്ക് ഇതുവരെ നെഗറ്റീവും വന്നിട്ടില്ല. കാരണം എൻ്റെ മോൻ എൻ്റെ കൂടെയുണ്ട്. എന്നും ഈ
15 വയസ്സുള്ളപ്പോഴാണ് മോന് വയ്യാതെ വരുന്നത്. ഈ മോനെ കയ്യെ പിടിച്ച് ഈ അമ്പലങ്ങളിലും എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ പിന്നെ കയ്യെ പിടിച്ച് പോകും. സങ്കടം വരും, അവനും സങ്കടമാണ്. അപ്പം ഇപ്പം എനിക്ക് കയ്യെ പിടിച്ച് നടക്കണ്ട, അവൻ തന്നെ എൻ്റെ കൂടെ നടന്നു വന്നോളും. അതുകൊണ്ട് അവനും ഹാപ്പി, ഞാനും ഹാപ്പി. ഇത്രയും പറയാണ്.